അതെ, ഇന്ന് നമുക്കൊരു കൊഞ്ച് ബിരിയാണി ഉണ്ടാക്കിയാലോ. ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന സവാളയും കാഷ്യൂവും മുന്തിരിയും ഇട്ട് വറുത്ത് കോരണമേ. ആ എണ്ണയിലേക്ക് തന്നെ 3 സവാള സ്ലൈസ് ചെയ്തതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 2-3 പച്ചമുളകും ആവശ്യത്തിനൊപ്പം ചേർത്ത് നന്നായി വഴറ്റണം. ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 2 തക്കാളി ചോപ്പ് ചെയ്തതും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഓരോ ടേബിൾ സ്പൂൺ വീതം ഗരം മസാലയും പെരുംജീരകവും ചേർക്കണം. ഇതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്ക് കഴുകി വൃത്തിയാക്കിയിരുന്ന കൊഞ്ച് ആഡ് ചെയ്യണം. ഇത് നല്ലപോലെ വഴറ്റി നല്ലതായിട്ട് അടച്ച് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കണം. നല്ല ഇതുപോലെ തിക്ക് ഗ്രേവി ആകുമ്പോഴത്തേക്ക് അതിലേക്ക് മല്ലിയില ഇട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യണം. ഇനി ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒക്കെ ഒഴിച്ച് അതിലേക്ക് 2-3 ഏലക്കയും ഗ്രാമ്പും പട്ടയൊക്കെ ഇട്ട് ഒരു സവാളയും വഴറ്റണം. ഞാൻ 2.5 കപ്പ് അരിയാണ് എടുത്തത്. അതിനൊരു 5 കപ്പ് വെള്ളം എന്ന രീതിയിൽ ഒഴിച്ച് തിളയ്ക്കുമ്പോഴത്തേക്ക് അരിയിട്ട് മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കണം കുക്കർ. എൻ്റെ കുക്കറിൻ്റെയും ഞാൻ ഉപയോഗിച്ച അരിയുടെയും കണക്കനുസരിച്ച് 2 വിസിലാണ് ഞാൻ കേൾപ്പിച്ചത്. നിങ്ങളുടെ ഉപയോഗിക്കുന്ന അരിയും കുക്കറും അനുസരിച്ച് വിസിൽ അഡ്ജസ്റ്റ് ചെയ്യണേ. എന്നിട്ട് മസാലയുടെ പുറത്ത് ചോറിട്ടുക, അതിന് മുകളിൽ വറുവലും മല്ലിയിലയും ഇട്ട് ദം ചെയ്തെടുക്കാം. അടിപൊളി കൊഞ്ച് ബിരിയാണി റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റൈത്തയും അതിൻ്റെ ഒരു പപ്പടമൊക്കെ ആയിട്ട് അടിപൊളിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ.